ഇന്നലെ പാർലമെന്റിൽ സ്ത്രീകളുടെ സീറ്റ് സംവരണവും പാർലമെന്റ് സീറ്റുകളുടെ എണ്ണവും വർദ്ധിപ്പിക്കലുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച ബില്ല് 298 വോട്ടുകൾ ഒരു വശത്ത് NDA നേടുമ്പോൾ മറുവശത്ത് 230 വോട്ടുകൾ നേടാൻ ഇന്ത്യ സഖ്യം വിജയിച്ച സാഹചര്യത്തിലാണ് ആ ബില്ല് പാസ്സാകാതെ പിൻവലിക്കേണ്ടി വന്നത്. ഇത്തരമൊരു ഭരണഘടനാ ഭേദഗതി ഇപ്പോൾ വളരെ പെട്ടെന്ന് പ്രത്യേകമായി വിളിച്ചുകൂട്ടിയ പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ BJP ആഗ്രഹിച്ചത് രാജ്യത്ത് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനോ ജനങ്ങൾക്ക് കൂടുതൽ ജനപ്രതിനിധികളെ ഉണ്ടാക്കി കൊടുക്കുവാനോ അല്ല, മറിച്ച് ബംഗാളിൽ ഏപ്രിൽ 23, 29 തീയതികളിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ മാത്രം ലക്ഷ്യം വെച്ചതാണെന്ന് കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ബംഗാളിലെ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരുപക്ഷെ ഏറ്റവും അവസാനത്തെ ബസ് എന്ന് വേണമെങ്കിൽ പറയാം. തൃണമൂൽ കോൺഗ്രസിനെ പ്രതിപക്ഷത്തെത്തിക്കാൻ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്തിയ BJP നടത്തുന്ന മറ്റൊരു വലിയ സമരമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അവിടെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഈ പ്രാവശ്യം ഇറക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട തുറുപ്പുചീട്ട് SIR-നെതിരെ ജനങ്ങൾ പ്രതികരിക്കണം എന്നായിരുന്നു. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കും വിധം ബീഹാറിൽ സംഭവിച്ചതിന് സമാനമായ ചില വിഷയങ്ങൾ ബംഗാളിൽ ഉണ്ടാക്കാൻ SIR-ന്റെ പേരിൽ ശ്രമിക്കുമ്പോൾ അതിനെ ജനകീയമായി നേരിടാൻ തൃണമൂൽ കോൺഗ്രസ് അവരുടെ നേതാവ് മമതാ ബാനർജി സുപ്രീം കോടതി മുതൽ താഴേക്ക് നടത്തിയ സമരം വലിയ തരത്തിലുള്ള രാഷ്ട്രീയ മൈലേജ് അവർക്കുണ്ടാക്കി കൊടുത്തു. ഇവിടെയാണ് SIR അവർക്കുണ്ടാക്കിയ BJPക്കുണ്ടാക്കിയ തിരിച്ചടിയെ മറികടക്കുവാൻ ഇതാ ഞങ്ങൾ സ്ത്രീകൾക്ക് നിയമനിർമ്മാണ സഭകളിൽ പാർലമെന്റിലും രാജ്യസഭയിലും 33% സംവരണം നടപ്പിലാക്കാൻ ഇതാ ഞങ്ങൾ വെമ്പൽ കൊള്ളുന്നു എന്ന് ബംഗാളിലെ ജനങ്ങളോട് പറയാൻ ശ്രമിക്കുന്ന തരത്തിലായിരുന്നു പാർലമെന്റിലെ ഈ ബില്ല് അവതരണം. ഇത് പറയുമ്പോഴാണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് അമിത്ഷാ പാർലമെന്റിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്, സ്ത്രീ വിരുദ്ധമായ ഈ നീക്കത്തിന് മറുപടി പറയുവാൻ സംസ്ഥാനങ്ങൾ ഇതാ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിച്ചത് വരാൻ പോകുന്ന ആഴ്ചയിൽ ബംഗാളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. എന്നാൽ നോക്കൂ, ഇന്ത്യൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ സ്ത്രീകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അധികാര കേന്ദ്രങ്ങളിൽ സ്ഥാനങ്ങൾ കൊടുത്ത ചരിത്രമുള്ള പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. ഇന്ത്യൻ പാർലമെന്റിൽ നിലവിൽ സ്ത്രീകളുടെ പങ്കാളിത്തം കേവലം 13-14%. പാകിസ്ഥാനേക്കാളും പിന്നിലാണ് ഇന്ത്യൻ പാർലമെന്റിലെ സ്ത്രീകൾക്കുള്ള പങ്കാളിത്തം. എന്നാൽ തൃണമൂൽ കോൺഗ്രസ് നിലവിൽ അവരുടെ MP-മാരുടെ എണ്ണമെടുത്താൽ അതിൽ 11 പേർ സ്ത്രീ പാർലമെന്റ് അംഗങ്ങളാണ് എന്ന് അഭിമാനത്തോടെ തൃണമൂൽ കോൺഗ്രസിന് പറയാൻ കഴിയും. ഇവിടെ നിയമനിർമ്മാണത്തിലൂടെ 33% സംവരണം കൊടുക്കാൻ നമ്മൾ സ്വപ്നം കാണുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ തന്നെ 38% സ്ത്രീകൾക്ക് അവരുടെ നിയമനിർമ്മാണ സഭകളിൽ അനുവദിക്കുവാൻ അവർ ഇതുവരെ തയ്യാറായിട്ടുണ്ട്. രാജ്യസഭയുടെ കണക്കെടുത്താൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്നുള്ള സ്ത്രീകളുടെ പങ്കാളിത്തം 46%. ഒരുപക്ഷെ ലോകത്തിൽ റുവാണ്ടയോ ക്യൂബയോ മെക്സിക്കോയോ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് നിയമനിർമ്മാണ സഭയിൽ പ്രാതിനിധ്യം കൊടുത്ത രാഷ്ട്രീയ പാർട്ടി എന്ന പേരിലേക്ക് TMCയെ നമുക്ക് രേഖപ്പെടുത്താം. നോക്കൂ, ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ, ബംഗാളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 294 സീറ്റുകളിലേക്ക് 55 സ്ത്രീകളെ മത്സരിപ്പിക്കാനുള്ള തൻ്റെ ഇടം തൃണമൂൽ കോൺഗ്രസ് കാണിക്കുമ്പോഴാണ് അതേ തൃണമൂൽ കോൺഗ്രസിനെ സ്ത്രീകളുടെ സംവരണം പറഞ്ഞ് വോട്ട് ഞങ്ങൾക്ക് തരണം എന്ന് BJPക്കാർ ബംഗാളിൽ പറയാൻ ശ്രമിക്കുന്നത്. നോക്കൂ, പാർലമെന്റിൽ അവരുടെ ലക്ഷ്യം പരാജയപ്പെടുമ്പോൾ അതിനേക്കാൾ വലിയ പരാജയം ബംഗാളികൾ BJPക്കെതിരെ കൊടുക്കാൻ തയ്യാറെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് എന്നുകൂടി ഈ അവസരത്തിൽ നമ്മൾ ഓർക്കണം. നിയമനിർമ്മാണ സഭകളിൽ
സ്ത്രീകൾക്ക് 33% സംവരണം എന്ന ആശയം 2010 മുതൽ നടപ്പാക്കാൻ രാജ്യത്ത് വലിയ ശ്രമങ്ങൾ നടക്കുമ്പോൾ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന വസ്തുത നമുക്കറിയാം. അതേസമയം കേരളം പോലെയുള്ള സംസ്ഥാനം, വിശിഷ്യ കേരളം, ത്രിതല പഞ്ചായത്തുകളിൽ സ്ത്രീകൾക്ക് 50% സംവരണം കൊടുത്ത ചരിത്രവും നമുക്കുണ്ട്. ചുരുക്കത്തിൽ BJP സ്ത്രീകളുടെ നിയമനിർമ്മാണ സഭകളിലെ സംവരണത്തിന്റെ പേരിൽ വലിയ തട്ടിപ്പ് നടത്താനുള്ള ചില ശ്രമങ്ങൾ നടത്തുമ്പോൾ പാർലമെന്റിൽ അവർ അത് പരാജയപ്പെടുമ്പോഴും അത് വെച്ച് മുതലെടുക്കാൻ ബംഗാളിൽ അവർ നടത്തുന്ന ഈ ശ്രമങ്ങളെ സമ്പൂർണമായും പരാജയപ്പെടുത്താൻ യോഗ്യതയുള്ളവരാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന് BJP നേതാക്കന്മാർ ആവർത്തിച്ച് മറന്നുപോകുന്നുണ്ട്.